നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ സ്വതന്ത്രൻ വേണോ പാർട്ടി സ്ഥാനാർത്ഥി വേണോ? CPM-നെ അലട്ടുന്ന വിഷയം ഇതാണ്. ഇതുവരെ ഇക്കാര്യത്തിൽ അവർക്ക് സുചിന്തിതമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും എല്ലാം തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ആരെ നിർത്തണം നിലമ്പൂരിൽ? ഒരു സ്വതന്ത്രൻ വേണോ അതോ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി വേണോ? അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വലിയ വിജയപ്രതീക്ഷയൊന്നും അവർക്കില്ല. ഇനി സ്വതന്ത്രം നിന്നാലോ തോറ്റുപോയാലും പറഞ്ഞു നിൽക്കാം. സ്വതന്ത്രൻ കുറച്ച് കൂടുതൽ വോട്ട് പിടിച്ചാലോ അതും LDF-ന് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനെ പരീക്ഷിക്കണോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്താണെന്നുള്ളതിനെ കുറിച്ച് വലിയ ചിന്താക്കുഴപ്പത്തിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി അനിൽ പറയുന്നത് തങ്ങൾ ഉടനെ തന്നെ ഇക്കാര്യം ചിന്തിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ്. ഏതായാലും സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് CPM-ന് നിലമ്പൂരിലുള്ള സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി ആയിരിക്കില്ലെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. പാർട്ടി ചിഹ്നമുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിഷ്പക്ഷ വോട്ടുകൾ അവർക്ക് കിട്ടാതെ പോകും. CPM-നോടുള്ള ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ അവിടെ പ്രതിഫലിച്ചേക്കാം. ഈ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ പാർട്ടി ചിഹ്നത്തിൽ നിന്നുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ നിഷ്പക്ഷ വോട്ടുകൾ CPM-ന് വീഴില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവതന്ത്ര സ്വതന്ത്രനെ നിർത്തിയാൽ കുറേയൊക്കെ സാമുദായിക വോട്ടുകളും കുറേയൊക്കെ പാർട്ടി ഇതര വോട്ടുകളും UDF-നോടുള്ള എതിർപ്പുള്ള വോട്ടുകളും BJP വോട്ടുകളും എല്ലാം സമാഹരിച്ച് അത്യാവശ്യം ഒരു ഭദ്രമായ നിലയിൽ തോൽക്കുകയെങ്കിലും ചെയ്യാമെന്നാണ് ഇപ്പോൾ CPM വിചാരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സ്വതന്ത്രനെ അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയുള്ള വലിയൊരു വിഭാഗം CPM ആ സീറ്റ് ഏറ്റെടുക്കണമെന്നാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് അവിടെ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ ഒരു CPM സ്ഥാനാർത്ഥിയെ, അതും ഒരു മുസ്ലിമായ ഒരു CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടുത്തെ CPM-ന്റെ തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ പറയുന്നത് അവിടെ ഒരു സ്വതന്ത്ര ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ്. ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ സ്വതന്ത്രന്റെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നാൽ അത് ഒരു പക്ഷേ ഫലിച്ചേക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് CPM-ന്റെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ. കാരണം ക്രൈസ്തവ വോട്ടുകൾ CPM-ലേക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാലോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ചാലോ കിട്ടുകയില്ല. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ പാർട്ടിക്ക് സമാഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ചിലപ്പോൾ തോൽവിയുടെ ആഘാതം കുറച്ചൊന്ന് കുറയ്ക്കാമെന്നാണ് CPM-ന്റെ തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ പറയുന്നത്. അതിന് പറ്റിയ ചില ആളുകളെ അവർ ക്രൈസ്തവ സമുദായത്തിനിടയിൽ കണ്ടുവച്ചിട്ടുമുണ്ട്. അവരെ നിർത്തി മത്സരിപ്പിച്ചാൽ അത് കോൺഗ്രസിന് തന്നെ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. കാരണം സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കി ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ തങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ CPM നിർത്തിയാൽ ക്രൈസ്തവർക്കിടയിൽ അതൊരു അംഗീകാരമാവും. കാരണം മലയേറ്റ കുടിയേറ്റ മേഖല കൂടിയാണത്. കുടിയേറ്റ മേഖലയിൽ CPM-ന് വലിയ സ്വാധീനമൊന്നുമില്ല, അവിടെ കോൺഗ്രസിന് തന്നെയാണ് സ്വാധീനം. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നൊരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടുകയാണെങ്കിൽ, ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കിട്ടുകയാണെങ്കിൽ സ്വതന്ത്രമായി നിർത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു വിശ്വാസം CPM-നുണ്ട്. ഏതായാലും CPM അക്കാര്യം തീരുമാനമെടുത്തിട്ടില്ല. ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഏകദേശ തീരുമാനത്തിൽ CPM എത്തിച്ചേർന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ VSKOE ആയിരുന്നെങ്കിൽ ഒരു CPM അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ തന്നെ അവരുടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഉയർന്നു വരുന്നതുകൊണ്ട് അവിടെ ഒരു സ്വതന്ത്ര ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ CPM എത്തിച്ചേർന്നിരിക്കുന്നത്.